ഹായ് ഗൈസ്, ഇന്നാണ് സൈക്കിളിൽ വയനാട്ടിലേക്ക് പോകുന്നത്. ഞാൻ പുലർച്ചെ 2 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഒരു 3 മണിയാകുമ്പോഴത്തേനും ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നല്ല മഴയായിരുന്നു, ഒരു രക്ഷയില്ല മഴ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു 5:15 ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. 5:15 ഇറങ്ങാമെന്ന് വലിയ മഴയൊന്നുമില്ല, മഴയൊക്കെ ഒന്ന് ഇതായിരുന്നു. പക്ഷേ എടപ്പാളോട്ട് എത്തിയപ്പോൾ നല്ല മഴയും ഇടിയും വീണ്ടും നല്ലോണം കൂടി, രക്ഷയില്ലായിരുന്നു മഴയും ഇതൊന്നും. എല്ലാവരും മഴ പോലും ഞാൻ മിസ്സാക്കിയിട്ട് എല്ലാ മഴ ഞാൻ കൊണ്ട്. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ പിന്നെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ്. അപ്പോൾ ഞാനൊരു പള്ളിയിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ പള്ളിയിൽ കയറി അവിടെ നിസ്കരിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേനും നല്ല വെളിച്ചം വെച്ച്. പിന്നെ അവിടുന്ന് കുറച്ചുകൊണ്ട് പോകുമ്പോൾ റോട്ടിലെല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചത് ഈ റോട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് മനസ്സിലായി റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അത് കുറേ പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 1-2 സ്ഥലത്ത് അങ്ങനെ കണ്ടു. എന്നിട്ട് നേരെ ഞാനൊരു ഹൈവേ കയറി, ഒരു മേൽപ്പാലത്തിന് മേലെ കയറി. എന്നിട്ട് കുറച്ച് നേരം അവിടെ സൈഡിലൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. റോഡൊന്നും രക്ഷയില്ല, പണ്ടത്തെ പോലെ ഒന്നുമില്ല. റോഡൊക്കെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹൈവേ അതൊക്കെ വന്നതിൻ്റെ ശേഷം, 4 വരി പാതയൊക്കെ വന്നതിൻ്റെ ശേഷം കുറേ മാറ്റങ്ങളുണ്ട്. ഇനിയും പണിയൊക്കെ കഴിയാനുണ്ട്. എന്നിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്തി. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ ആദ്യം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ക്യാൻറ്റീൻ നല്ല ഫുഡ് അവിടെ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ച് അവിടുത്തെ ഗ്രൗണ്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. അവിടുത്തെ ഒരു സിന്തറ്റിക് ഗ്രൗണ്ട് ഉണ്ട്, അവിടെ അടുത്ത് തന്നെയാണ്. എന്നിട്ട് ക്യാൻറ്റീൻ കഴിഞ്ഞിട്ട് ഒന്ന് റൈറ്റ് സൈഡിലോട്ടൊരു റോഡുണ്ട്, ആ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സിന്തറ്റിക് ഗ്രൗണ്ട് കാണാം. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു 9:45. പക്ഷെ നമ്മൾ എടപ്പാളിൽ നിന്ന് ഇറങ്ങുന്നത് 5 മണിക്കാണ്. 5 മണിക്ക് ഇറങ്ങിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 9 മണിക്ക് എത്തി. അത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വെയിലാണ്, ഒരു രക്ഷയില്ല വെയിൽ. നല്ല വെയിലും നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ പോണ വഴിക്ക്. പിന്നെ ഒരു വിധത്തിൽ നിന്ന് ബ്ലോക്കിൽ നിന്നൊക്കെ പോന്ന് അങ്ങനെ ഹൈലൈറ്റ് മാളിലെത്തി. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തി. അപ്പോൾ മെഡിക്കൽ കോളേജ് എത്തിയപ്പോൾ അത്യാവശ്യം ടയർഡായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റെഡ് ബുള്ളൊക്കെ കുടിച്ചിട്ട് നേരെ ലോറ് നിസ്കരിക്കാൻ അവിടുത്തെ പള്ളിക്കൊക്കെ കയറി. പള്ളിയിൽ കയറിയപ്പോൾ മുഖമൊക്കെ കഴിയപ്പോൾ തന്നെ നല്ല സുഖമുണ്ട്, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ല, നല്ല വെയിലുള്ളതുകൊണ്ടേ. പിന്നെ ഒരു 10 മിനിറ്റ് പള്ളിക്കലൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണവും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഒരു 3:30 മണിയായി ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ. ഞാൻ ഫ്രൂട്ട്സ് കട കയറി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടുന്ന് കഴിച്ച് ഒരു സർബത്തും കുടിച്ച്. ഞാൻ കടയിൽ തന്നെ ഒരു ചെറിയൊരു ചെക്കൻ ഉണ്ടായിരുന്നു, അവനോ പരിചയപ്പെട്ട്. അവന് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവനായിട്ട് കുറച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ അവിടുന്ന് പൈസ കൊടുത്തിട്ട് അവനോട് ടാറ്റും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അടിവാരം എത്തിയപ്പോൾ തന്നെ ആ വ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമുണ്ട്. അങ്ങനെ അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുത്തെ പള്ളിയൊക്കെ കയറിയിട്ട് അവിടുന്ന് അസറും നിസ്കരിച്ചിട്ട് പതുക്കെ ചുരം കയറാൻ തുടങ്ങി. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇതൊക്കെ ചുരം ചവിട്ടി കയറ്റിയിരിക്കണം. പിന്നെ ഏകദേശം വയ്യാതാവും, കുറച്ച് നേരം ഇരിക്കും, വീണ്ടും ചവിട്ടും, പിന്നെ കുറച്ച് നേരം തള്ളി കയറ്റും, തള്ളുമ്പോഴും കുറച്ച് നേരം ഇരിക്കും. പിന്നെ കുറേ പേരുണ്ട് എന്നെ ഇങ്ങനെ നോക്കുന്നു, പോകുന്നതും വരുന്നവരൊക്കെ ഇങ്ങനെ നോക്കും, വണ്ടി പോകുന്നവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്താ പിന്നെ ഇങ്ങനെ എല്ലാവരും നോക്കാനും മാത്രം എന്താ ചോദിച്ചു. പിന്നീട് എനിക്ക് മനസ്സിലായി. പിന്നെ ഓരോരുത്തരോട് ചോദിക്കൽ തുടങ്ങി, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, സൈക്കിൾ ഓടിയിട്ട് എവിടുന്നാണ് വരുന്നത് വെച്ചാൽ. എടപ്പാളെന്ന് പറയുമ്പോൾ അവർക്ക് അതിശയം, നിങ്ങൾക്കെന്താ പ്രാന്താണെന്നൊക്കെ ചോദിക്കണം എന്നോട്. ഞാൻ പറഞ്ഞു പ്രാന്തൊന്നുമല്ല. അങ്ങനെ അവരോട് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം വയനാട്ടിലെത്താനായി. ഞാൻ എത്തിയത് 6 മണിക്കാണ്. പുലർച്ചെ ഞാൻ വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങിയിട്ട് എത്തുന്നത് വൈകിട്ട് 6 മണിക്കാണ്. അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നും കാര്യമൊന്നും ഇല്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. അങ്ങനെ ഇനി റിട്ടേൺ വരുന്ന വീഡിയോ കാണാം. ബൈ.